SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിദ്വേഷ പരാമർശവുമായി മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ്. വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുതൂർ. വർഗീയവാദിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും സമ്മാനവും നൽകുമെന്നും FB പോസ്റ്റ്. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചിരികയാണ്. ശിവദാസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മലപ്പുറത്തെ ലീഗ് നിലപാടിനെതിരെ അതിനിശ്ചിതമായ വിമർശനം തന്നെയാണ് വെള്ളാപ്പള്ളി നടത്തിയത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മാറാട്, ഒരു രണ്ടാം മാറാട് കലാപം ലക്ഷ്യമിടുകയാണ് മുസ്ലിം ലീഗ് എന്നതടക്കമുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കോൺഗ്രസിനെയും ലീഗിനെയും ഇത്രത്തോളം പ്രകോപിപ്പിച്ചതല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ പരാമർശമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നു വരുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ വെള്ളാപ്പള്ളി നടേശനെതിരെ വിദ്വേഷ പരാമർശം ഉന്നയിച്ചുകൊണ്ട് FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു FB പോസ്റ്റാണ്. വർഗീയവാദിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു FB പോസ്റ്റാണ് ഹാരിസ് മുതൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കരിയോയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡും ക്യാഷ് പ്രൈസായി സമ്മാനവും നൽകും എന്നും FB പോസ്റ്റിൽ ഉണ്ട്. ഇങ്ങനെ ഒരു പരാമർശമാണ്, അതായത് വിദ്വേഷ പരാമർശം ആണ് പരസ്യമായി തന്നെ ഈ രീതിയിൽ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ അടക്കം ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ഹിന്ദു ഐക്യവേദി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇത്തരത്തിൽ കൂടുതൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം നേരത്തെ നമുക്കറിയാം, മലപ്പുറം ജില്ലയെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ ഒരു പരാമർശം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പരാമർശവുമായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്നത്. എന്തായാലും ഇവിടെ ഈ മലപ്പുറം ജില്ലയിലെ ഈഴവരുടെ അവകാശങ്ങൾ പോലും തട്ടിയെടുക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനമടക്കമുണ്ടായിരുന്നു. അത് SNDP കോളേജുകളും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും ജില്ലയിൽ അനുവദിക്കുന്നതിൽ വലിയ എതിർപ്പാണ് ലീഗ് നേതൃത്വം പലപ്പോഴും പല കാലഘട്ടങ്ങളിലും പുലർത്തിയിരുന്നത്. ഇതിലുള്ള ഒരു വിയോജിപ്പ് കൂടിയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. കാരണം മറ്റൊരു മതസ്ഥർക്കും മറ്റൊരു മതത്തിലെ വിഭാഗങ്ങൾക്കും സ്വസ്ഥമായി ജീവിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു സാഹചര്യം മലപ്പുറത്തില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പലപ്പോഴും പല സമയത്തും അത് നമ്മൾ കണ്ടറിഞ്ഞതുമാണ്. കാരണം മലപ്പുറം ജില്ലയെ മറ്റൊരു രാജ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ പോലും ചില തീവ്രവാദ ശക്തികൾ നടത്തുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾക്ക് സഹായകമാകുന്ന നിലപാട് മുസ്ലിം ലീഗും സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു വിമർശനമായിട്ട് വേണം വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ കാണാൻ. അതിന് കോൺഗ്രസും ലീഗും അല്ലെങ്കിൽ മറ്റ് സംഘടനകളും എന്തിന് ഇത്രത്തോളം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ലക്ഷ്യം എന്നത് മാത്രമാണ് ഉത്തരമല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കൃത്യമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ഇതിന് പിന്നിൽ ഉള്ളത്. കാരണം യൂത്ത് കോൺഗ്രസ് അടക്കമാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ എത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം. ഈ മലപ്പുറം ജില്ലയിൽ മറ്റ് മതസ്ഥർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. SNDPക്ക് അടക്കം ഇവിടെ കോളേജുകൾ തുടങ്ങാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് ഹൈന്ദവ സംഘടനകൾക്ക് ഇത്തരത്തിൽ NSSന് അടക്കം ഇത്തരത്തിൽ ഈ രീതിയിൽ മലപ്പുറം ജില്ലയിൽ കോളേജുകൾ തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല. കാരണം പല സമയങ്ങളിലായി മുസ്ലിം ലീഗ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. UDF ഭരിക്കുന്ന സമയങ്ങളിൽ മുസ്ലിം ലീഗ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ആ സമയങ്ങളിലൊന്നും തന്നെ കൃത്യമായി SNDP പോലുള്ള മറ്റ് ഹൈന്ദവ സംഘടനകൾക്ക് ഈ രീതിയിൽ മലപ്പുറം ജില്ലയിൽ കോളേജുകൾ തുടങ്ങാനോ അത്തരത്തിലുള്ള ഒരു അനുമതിയും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇവിടെ മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട്. മറ്റു മതസ്ഥർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഒരു മിനി പാകിസ്ഥാനായി മലപ്പുറം ജില്ല മാറിയിട്ടുണ്ട്. ഒരു മുസ്ലിം രാജ്യമാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയെ വിഭജിക്കാൻ അടക്കമുള്ള ചില നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പരാമർശങ്ങൾ അടക്കം നടക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നിൽ കൃത്യമായൊരു കോൺഗ്രസ് അടക്കം ഇതിനെ ചൂട്ടുപിടിക്കാൻ കാരണം കൃത്യമായ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. കാരണം
ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം വോട്ട് അവർക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരാമർശം തുടർച്ചയായി അവർ നടത്തുന്നതിന് പിന്നിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോൾ ഒരുമിച്ച് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. കെ. യെസ്, അത് തന്നെയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിദ്വേഷ പരാമർശം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇത്തരം പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുതൂരാണ് FB പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ശിവദാസ് കർമ്മനമാണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.